നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് മുൻ ജന്മ ബന്ധമാണ് ഉള്ളത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഫസ്റ്റ് എനിക്കൊരു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ റിലീജിയസ് ഫാക്ടറായിട്ട് അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് പിരിഞ്ഞവരായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു ചീറ്റിംഗ് രീതിയിൽ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് നടന്നതായിട്ടും അങ്ങനെ ഒരു എന്താ പറയുക ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ പോയവരൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻസ് രീതിയിലുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടവരായിട്ട് വന്നവരായിട്ടാണ് ഇവിടെ പലതും കാണുന്നത്. മേ ബി ഒരു പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരായിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ് രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് രീതിയിൽ പ്രവർത്തിച്ചവരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ അവിടെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഇൻക്ലൂഡഡ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു കാര്യം തന്നെ നിങ്ങൾ ഈ ഒരു ലൈഫിലും ഈ ഒരു ജന്മത്തും ഫിനാൻസായിട്ട് റിലേറ്റ് ആയിട്ട് ഉള്ളവർ പലരും ഇവിടെ കാണുന്നുണ്ട്. അവർ റിലേഷൻഷിപ്പിലായതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം കഴിഞ്ഞ ജന്മത്ത് നിങ്ങളുമായിട്ട് തുടങ്ങിയൊരു എന്തോ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയൊരു സംഭവം അല്ലെങ്കിൽ സംരംഭം അത് നിങ്ങൾക്ക് ഒരുമിച്ച് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ പിരിഞ്ഞതായിട്ടുള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത്. പലർക്കും അവിടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് ആ ഒരു ഭാഗ്യം കിട്ടാത്തവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം കൊണ്ട് നിങ്ങളുടെ ഒരു ജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തകർന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ താമസിച്ച ഒരു കുറേ പേർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയവരും ഉണ്ട്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിച്ചവരായിട്ടും കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ഫേസ് ചെയ്തത് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ഉള്ളവരായിട്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സോളിനായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എന്തോ ഒരു കർമ്മം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം ഇപ്പോഴും ഈ ഒരു ജന്മം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നിങ്ങളുടെ ഒരു ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇവിടെ എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പും ഇൻക്ലൂഡഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ പല രീതിയിലും ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യക്തി നിങ്ങളെ പല രീതിയിലും ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. വളരെയധികം ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളരെയധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഈ ഒരു ജന്മത്തും വന്നിട്ടുള്ളത്. ഫിനാൻസ് ആണ് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പല രീതിയിലും ഫിനാൻസ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടുള്ളവരായിട്ടാണ് കാണുന്നത്. അങ്ങനെ പലർക്കും ഇവിടെ കാണുന്നുണ്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനായിട്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ഫിനാൻസ് ആണ് നിങ്ങളുടെ തമ്മിലെ മുൻ ജന്മം എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് രീതിയിലൂടെ വന്നിട്ടുള്ള ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഫിനാൻസ് മൂലം നിങ്ങളുടെ ലൈഫിൽ ഫിനാൻസ് ഇഷ്യൂസ് മൂലം നിങ്ങൾക്ക് സോളിന് ആ ഒരു പരസ്പര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വന്നിട്ടുള്ളവരാണ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ്നെസ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. അവിടെയും ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നിങ്ങളൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും രീതിയിലൊരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. മേ ബി കരിയർ ഇഷ്യൂസോ അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ നിങ്ങൾ ഇപ്പോഴും പലരും നിങ്ങളുടെ ജീവിതം തന്നെ നോക്കാതെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും അവരെ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ കുറേ പേരിൽ ഇവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. ഇവിടെ റിലീജിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരിക്കലും സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കൂടിച്ചേരാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നതാണ് ഇവിടെ കുറേ പേർക്കെങ്കിലും കാണുന്നത്. ഇവിടെയും ഇൻക്ലൂഡഡ് ആണ് ഒരുപാട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും. ഒരിക്കലും സൊസൈറ്റിയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് കഴിഞ്ഞ ജന്മത്ത് വന്നിട്ടുണ്ടായിരിക്കാം. അവിടെ റിലീജിയസ് ഫാക്ടേഴ്സ് അവിടെ മെയിനായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ജന്മത്തിൽ പ്രണയിനികൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന കമിതാക്കളായിരുന്നു. അവിടെ ഒരുപാട് എന്താ പറയുക സോൾ കണക്ഷൻസും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഉറപ്പിൽ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു ബന്ധത്തിലേക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിന്നവരായിട്ടാണ് കാണുന്നത്. പക്ഷേ
എന്തുകൊണ്ടൊക്കെയോ ഫാക്ടേഴ്സ് മൂലം അവിടെ ഒരു എന്താ പറയുക ഡെവിൾ എനർജി, ബ്ലാക്ക് മാജിക് സംതിങ് ഇതെല്ലാം ചെയ്ത് നിങ്ങളെ പിരിച്ചവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ നിന്നവർക്ക് ഈ ഒരു റിലീജിയസ് ഫാക്ടേഴ്സ്, ഒന്ന് റിലീജിയസ് ഫാക്ടർ ആയിട്ടാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പിരിഞ്ഞിട്ടുള്ളത്. ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് ജാതി മത പേര് പറഞ്ഞിട്ട് നിങ്ങളെ ഒന്നില്ലെങ്കിൽ മാരീഡ്, ഓൾറെഡി മാരീഡ് ആയവർ ഡൈവോഴ്സ് ആയിട്ട് നിന്നിട്ട് അഗൈൻ മാരീഡ് നിങ്ങൾ ഈ ഒരു ആളെ കണ്ടെത്തുകയും വീണ്ടും പരിചയപ്പെട്ടിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ ഈ ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ടുള്ളത്. അവർക്ക് റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി കാണുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അതാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. അവർ തമ്മിൽ പിരിക്കാനായിട്ട് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവിടെ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫാമിലിയോ ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ട് അവരെ പിരിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സോള് അവിടെ നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ അവിടെ നഷ്ടപ്പെടുകയും ഇഷ്യൂസ് വരികയും പിരിഞ്ഞവരൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹിച്ചവരാണ് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഡൈവോഴ്സ് ആയിട്ടുള്ളവരായിരുന്നു പലരുമായിട്ട് ഇവിടെ കുറേ പേർക്ക് ഇവിടെ കാണുന്നത്. ഡൈവോഴ്സ് ആയിട്ട് അഗെയിൻ നിങ്ങൾ ബന്ധത്തിൽ വേറൊരാളുമായിട്ട് വന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിച്ചു, പക്ഷെ അത് സാധിക്കാതെ പോയി. അത്തരത്തിൽ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും. ആ ഒരു ഡൈവോഴ്സ് ഇഷ്യൂല് വന്നിട്ട് വേറൊരു ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള ഒരു പറഞ്ഞ കർമ്മ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, പിന്നെ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിന്നവരാണ്. ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചവരാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളവരാണ് കഴിഞ്ഞ ജന്മത്ത്. പക്ഷേ നിങ്ങളിൽ ആരോ നിങ്ങളല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ കഴിഞ്ഞ ജന്മത്ത് ഒരു ചീറ്റിംഗ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. മേ ബി അത് നിങ്ങളായിരിക്കാം. നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരുപാട് ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ബന്ധത്തിൽ. അങ്ങനെ വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട് ഇവിടെ കാണുന്നുണ്ട് കുറേ പേർക്കും. കഴിഞ്ഞ ജന്മത്തിൽ അവിടെ ഒരു ചീറ്റിംഗ് എനർജി, ആ ഒരു കർമ്മ ഹീൽ ചെയ്യാനും ആ ഒരു കർമ്മ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ജന്മം. അതൊരു മേ ബി അത് കാർമിക് പാർട്ട്നേഴ്സ് ആയിട്ടാണ് ഭൂരിപക്ഷം അതിൽ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ ചീറ്റിംഗ് ഒരുപാട് നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ ആ വ്യക്തി മൂലമോ നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, മാനസിക നില തെറ്റുകയും ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയിട്ട് ഒരുപാട് എന്താ പറയുക ചിലവരിൽ ഇതിൽ എന്താ പറയുക ഒരു ആത്മഹത്യ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ചീറ്റിംഗ് എനർജി ചീറ്റിങ്ങിൽ കണ്ടുപിടിച്ച് വേറൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊരു ആള് കുറേ പേർക്ക് തോന്നുന്നത് അവർക്കാണ് നിങ്ങളിൽ നിന്നും ഒരു ചീറ്റിംഗ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തി ഒരാൾ ആത്മഹത്യ ചെയ്ത് ആ ഒരു സോള് അവിടെ ഇല്ലാതായി പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മ ഹീൽ ചെയ്യാനും അതിൻ്റെ ഒരു കർമ്മ കംപ്ലീറ്റ് ചെയ്യാനും കംപ്ലീറ്റ്നെസ്സിലേക്ക് വരാനുമാണ് കുറേ പേർക്കെങ്കിലും ഇവിടെ ഈ ഒരു റിലേഷൻ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ജന്മത്തിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു ജന്മത്തും തേർഡ് പാർട്ടി ഇഷ്യൂസും ട്രസ്റ്റ് ഇഷ്യൂസും വളരെയധികം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫിൽ. നിങ്ങളെ മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും അവർക്ക് വേറൊരു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ചീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയോട് ചെയ്ത ചീറ്റിംഗ് കൊണ്ടാണ് ആ ഒരു കർമ്മ തീർക്കാനാണ് ഒരു കാർമിക് പാർട്ട്ണർ എന്ന നിലയിൽ ഈ ഒരു ജന്മവും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. അതാണ് എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്.